അപ്പൊ ഒരേ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു സെയിം ഏരിയയിലുള്ള ഒരു 10 ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു? ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പൊ നമുക്ക് CSEB എക്സാമിന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അമെൻമെന്റിന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ ആ ഒരു ഭാഗത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് വേണം പഠനം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട്. Download now CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമുക്ക് CSEB എക്സാമിന് 15 മാർക്കിനാണ് നമുക്ക് ക്ലർക്ക് ക്യാഷറിന് കോപ്പറേറ്റീവ് ലോയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ഒരു കുറച്ച് എക്സാമുകൾ പരിശോധിക്കുകയാണെങ്കിൽ CSEBയുടെ ഇൻട്രസ്റ്റഡ് ഏരിയ അല്ലെങ്കിൽ ഫോക്കസ്ഡ് ഏരിയ എന്ത് മാറിയിട്ടുണ്ട്, അല്ലേ? കോപ്പറേറ്റീവ് ലോയിൽ നമുക്ക് സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന നമ്മുടെ രജിസ്ട്രേഷൻ, മെമ്പർഷിപ്പ്, എലക്ഷൻ, അങ്ങനെ ഒരു പാറ്റേണിൽ നിന്നും ചെറിയ ഒരു മാറ്റം എന്ത് വന്നിട്ടുണ്ട്? നമ്മുടെ കോപ്പറേറ്റീവ് ലോയിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ കുറച്ച് CSEB എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള കോപ്പറേറ്റീവ് ലോയിലെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കും കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ദി ചീഫ് ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 was that any dash person living in the same area could form a cooperative society for the encouragement of thrift and self-help among the members. എന്താണ് ചോദ്യം? നമ്മുടെ 1904 ആക്ട്, അല്ലേ? 1904 ആക്ട് പ്രകാരം ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എത്ര പേര് വേണം എന്നുള്ളതാണ്, അല്ലെ ചോദ്യം. ഓപ്ഷൻ എ 50, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 10. നമുക്ക് നോക്കാം 1904 ആക്ട്. 1904 ആക്ട് നമ്മുടെ സൊസൈറ്റിനെ എങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്? നമുക്ക് അർബൻ എന്നും റൂറൽ എന്നുമായിരുന്നു ക്ലാസിഫൈ ചെയ്തത്, അല്ലെ? അർബൻ എന്നും ഇങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്. അപ്പൊ ഒരേ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു സെയിം ഏരിയയിലുള്ള ഒരു 10 ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു? ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്തത്? എൻകറേജ്മെന്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പ് എമോങ് ദി മെമ്പേഴ്സ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് is a committee constituted for the purpose of conducting the selection and recruitment process of all categories of employees of the regional cooperative milk producers union. എന്താണ്? നമുക്ക് RCMPU. RCMPUയിലേക്കുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും ഏത് കമ്മിറ്റിയാണ് എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? നമുക്കറിയാം നമ്മുടെ കോപ്പറേറ്റീവ് സ്ട്രക്ചറിൽ മിൽമയാണ് അപ്പെക്സ്. മിൽമയിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് ആരാണ്? PSC ആണ് നടത്തുന്നത്. അതിന്റെ താഴെയുള്ളതാണ് നമ്മുടെ സെക്കൻഡറി ലെവലിലാണ് ഏതുള്ളത്? RCMPU ഉള്ളത്. എത്ര എണ്ണം ഉണ്ട്? അത് നമുക്ക് 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? തിരുവനന്തപുരത്തുണ്ട്, കൊച്ചിയിലുണ്ട്, അതുപോലെ തന്നെ മലബാർ, എറണാകുളം, ട്രാവൻകൂർ ആൻഡ് മലബാർ. അങ്ങനെ 3 RCMPUs ആണ് നമുക്കുള്ളത്. ഈ ഒരു RCMPUയിലേക്കുള്ള എല്ലാ എംപ്ലോയീസിനെ, ഓൾ കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നതും റിക്രൂട്ട് ചെയ്യുന്നതും ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സെലക്ഷൻ കമ്മിറ്റി, ഓപ്ഷൻ ബി ഡിസിപ്ലിനറി കമ്മിറ്റി, ഓപ്ഷൻ സി റിക്രൂട്ട്മെന്റ് കമ്മിറ്റി, ഓപ്ഷൻ ഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ആരാണ്? നമുക്ക് റിക്രൂട്ട്മെന്റ് കമ്മിറ്റിയാണ് RCMPUയിലേക്കുള്ള എല്ലാ എംപ്ലോയീസിനെയും എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ താഴെയുള്ളതാണ് എന്ത്? നമ്മുടെ നാട്ടിലുള്ള സൊസൈറ്റീസ്, ആപ്കോസ് എന്നൊക്കെ പറയുന്നത്, അല്ലെ? അവിടത്തേക്കുള്ള എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? അതാത് ആപ്കോസിന്റെ കമ്മിറ്റി, മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എ പ്രൊപ്പോസ്ഡ് വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ഹാവ് എ ഷെയർ ക്യാപിറ്റൽ ഓഫ് ഡാഷ് റുപ്പീസ് ഫോർ രജിസ്ട്രേഷൻ. ഓപ്ഷൻ എ 2,50,000, ഓപ്ഷൻ ബി 1,50,000, ഓപ്ഷൻ സി 1 lakh, ഓപ്ഷൻ ഡി നോട്ട് ആപ്ലിക്കബിൾ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മിനിമം എത്ര രൂപ ഷെയർ ക്യാപിറ്റൽ ആയിട്ട് കണ്ടെത്തണമെന്നാണ്. നമുക്കറിയാം വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് മിനിമം ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല? പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. No auditor or auditing firm or team of auditors shall be entrusted with the
ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ മോർ ദാൻ ഡാഷ് കോൺസിക്യൂട്ടീവ് ഓഡിറ്റ്. എന്താണ്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കുറച്ച് ചോദ്യങ്ങൾ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വരാത്ത ചില ചോദ്യങ്ങളായിരുന്നു അല്ലെ. എന്നാൽ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് റിപ്പീറ്റഡ് ആണ്. നമ്മുടെ പഴയ അതായത് CACB എക്സാം തുടങ്ങിയ ഒരു സമയം മുതലേ CACBക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ചില പാർട്ടുകളിൽ ഒന്നാണ് നമ്മുടെ ഏത് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റിൽ നിന്ന് നമുക്ക് എപ്പോഴും വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? സാധാരണഗതിയിൽ ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്, അടുത്തത് ഓഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളുടെ അല്ലെങ്കിൽ മാസങ്ങളുടെ കാര്യങ്ങള്, ഇനി അതിന്റെ സെക്ഷനും റൂളും. അപ്പൊ എന്താണ് ചോദ്യം? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഡിറ്റ് നടത്തുന്ന ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ടീം എത്ര കോൺസിക്യൂട്ടീവ് ടേംസിൽ കൂടുതൽ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് നടത്താൻ പാടില്ല എന്നാണ് ചോദ്യം. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 2 ആണ്. അതായത് 2 ഓഡിറ്റുകൾ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, തുടർച്ചയായിട്ട് ആ ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ടീം ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ചെയ്യുവാനായിട്ട് പാടില്ല. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: വിച്ച് സെക്ഷൻ ഓഫ് KCS Act 1969 സ്പെസിഫൈ അബൌട്ട് മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട് ആൻഡ് അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയർ? നമുക്ക് കഴിഞ്ഞ കുറച്ച് എക്സാമുകളിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് അല്ലേ ഇത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സെക്ഷൻ 34A, ഓപ്ഷൻ ബി സെക്ഷൻ 28 സബ്സെക്ഷൻ 101, ഓപ്ഷൻ സി സെക്ഷൻ 70B, ഓപ്ഷൻ ഡി സെക്ഷൻ 57E. നമുക്ക് ഈ ഒരു നമ്മുടെ അമെൻമെന്റിന് ശേഷം എപ്പോഴും തന്നെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത് മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട് ആൻഡ് അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ. അപ്പൊ നമുക്ക് CACB എക്സാമിന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അമെൻമെന്റിന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ ആ ഒരു ഭാഗത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് വേണം പഠനം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 34A ഇതിനെ കുറിച്ച് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട് ആൻഡ് അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഡാഷ് ഈസ് എ ഫോർമൽ അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോംഡ് ബേസ്ഡ് ഓൺ എ കോമൺ ഒബ്ജക്റ്റീവ് for establishing a new entity for raising of fund for providing financial assistance for the public purpose with the approval of state government. എന്താണ് ചോദ്യം? ഒരു ഫോർമൽ അസോസിയേഷൻ ആണ് എന്തിന്റെ? കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് അത് രൂപം കൊണ്ടിരിക്കുന്നത്? കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഫണ്ടിൽ നിന്നും ആ പൈസ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ദി പബ്ലിക് പർപ്പസ്. അപ്പൊ ഈ ഒരു സംഭവം എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കൺസോഷ്യം ലെൻഡിങ് സ്കീം, ഓപ്ഷൻ ബി കൺസോഷ്യം, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എന്താണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? കൺസോഷ്യം ആണ് അല്ലെ. കൺസോഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി കൺസോഷ്യം ആണ് എന്താ നമ്മുടെ ആൻസർ. ഒരു കൺസോഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫോർമൽ അസോസിയേഷൻ ആണ്. അത് ഫോം ചെയ്തിരിക്കുന്ന ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവരെന്ത് ചെയ്യുന്നു? ഫണ്ട് കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുന്നു. എന്നിട്ട് ആ ഫണ്ട് എന്ത് ചെയ്യുന്നു? പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. ഇങ്ങനെ ഒരു ഫോർമൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫോർമൽ അസോസിയേഷൻ കൺസോഷ്യം ഫോം ചെയ്യണമെങ്കിൽ ആരുടെ പെർമിഷൻ ആണ് വേണ്ടത്? നമ്മുടെ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. അപ്പൊ നമുക്ക് ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിലാണ് നമുക്കൊരു കൺസോഷ്യം ഫോം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് കൂടി നമുക്ക് പഠിക്കാം. അപ്പൊ ഈ ഒരു ചോദ്യം എന്താണ്? ഒരുപാട് എക്സാമുകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമല്ല. എന്നാൽ ഈ കഴിഞ്ഞ ചില എക്സാമുകളിൽ കുറച്ച് ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ട് കോപ്പറേറ്റീവ് ലോയിൽ നിന്നും വന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സെക്ഷൻ 68B ഓഫ് ദി KCS Act 1969 ഡീൽ വിത്ത് 1969 KCS ആക്ടിന്റെ സെക്ഷൻ 68B എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പവർ ഓഫ് വിജിലൻസ് ഓഫീസർ, ഓപ്ഷൻ ബി പവർ ഓഫ് രജിസ്ട്രാർ ഓർ ഗവൺമെന്റ് ടു ഡീൽ വിത്ത് ഇറഗുലാരിറ്റീസ് എക്സെട്ര, ഓപ്ഷൻ സി സബ്മിഷൻ ഓഫ് ദി റിട്ടേൺ ടു ദി രജിസ്ട്രാർ, ഓപ്ഷൻ ഡി പവർ ഓഫ് ആർബിട്രേഷൻ കോർട്ട്. നമുക്ക് അറിയാം സെക്ഷൻ 68A എന്താണ്? വിജിലൻസ് ഓഫീസർ ആണ്. സെക്ഷൻ 68B
പവർ ഓഫ് രജിസ്ട്രാർ ഓർ ഗവൺമെന്റ് ടു ഡീൽ വിത്ത് ഇറഗുലാരിറ്റീസ്, ഓപ്ഷൻ ബി അല്ലേ. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 68B എന്ന് പറയുന്നത് എന്താണ്? പവർ ഓഫ് രജിസ്ട്രാർ ഓർ ഗവൺമെന്റ് ടു ഡീൽ വിത്ത് ഇറഗുലാരിറ്റീസ് ആണ്. ഇനി 69A ഓംബുഡ്സ്മാൻ. ഈ ഒരു 3 ഭാഗങ്ങൾ, അതായത് 68Aയും 69Aയും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഈ ഒരു കഴിഞ്ഞ എക്സാമിൽ നമുക്ക് 68B കൂടി നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വരുന്ന എക്സാമുകളിൽ എന്ത് ചെയ്യണം? ഇത്തരം ചോദ്യങ്ങൾ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് പോകണം. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നതോ ഓപ്ഷൻ ബി ആണ്. അപ്പൊ തുടരെ നമുക്ക് ഇങ്ങനെ എക്സാമുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ചോദ്യങ്ങൾ റിപ്പീറ്റഡ് അല്ല, റാങ്ക് മേക്കിംഗ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ കോപ്പറേറ്റീവ് ലോ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആയിക്കൊള്ളട്ടെ, അത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എക്സാമിന് വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമാണ് ആ കട്ട് ഓഫ് മറികടക്കുവാനായിട്ട് നമുക്ക് പറ്റുക. അപ്പം ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമാണ്, സാർ എങ്ങനെ എനിക്ക് ഈ ഒരു കട്ട് ഓഫ് മറികടക്കാനായിട്ട് പറ്റും? സാർ നമ്മുടെ എക്സാം ബാച്ചുകൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യാത്തത്? അപ്പൊ നിങ്ങൾക്കുള്ള ഒരു ഉത്തരം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സന്തോഷ വാർത്തയായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ എക്സാം ബാച്ചുകളുമായിട്ട് നമ്മൾ തിരിച്ചെത്തുകയാണ്. നമ്മുടെ എക്സാം ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8921440580. ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുവാനായിട്ട് പറ്റും. അപ്പം അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ടഫായിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ GK ഇംഗ്ലീഷ് മാത്സ് ആണ്. ഇപ്പൊ GK ഒക്കെ ആയിരിക്കണമെങ്കിൽ അത് നമുക്ക് ക്വിസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ മാർക്ക് നേടുവാനായിട്ട് നമ്മുടെ CC ലേണിംഗ് ആപ്പ് നിങ്ങളെ സഹായിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീ ക്വിസുകൾ നടത്തുന്നുണ്ട് GK ക്കൊക്കെ. അപ്പൊ നമ്മുടെ മാർക്ക് ഇംഗ്ലീഷ്, GK മാത്സിലെ നമുക്ക് നഷ്ടപ്പെടുന്ന മാർക്ക് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ ആദ്യത്തിലോട്ട് എത്താം. അപ്പം നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ചാനലിൽ ലിങ്ക് കൂടി നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം, അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പുകളുണ്ട്, അതിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം, അതിൽ കൂടി നിങ്ങളൊന്ന് ജോയിൻ ചെയ്തേക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. Download now. CC Learning App.